നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് NDA തയ്യാറെടുക്കുമ്പോൾ NDAക്ക് ശക്തി പകരാൻ ഒരു കൂട്ടം ഘടകകക്ഷികൾ NDAക്കൊപ്പം ശക്തമായി തന്നെ പിന്നണിയിലുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് LJP. തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ നേതാക്കളാണ് ഇപ്പോൾ നമ്മളുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രചരണ പരിപാടികൾക്ക് എങ്ങനെയാണ് LJP നേതൃത്വം നൽകുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ശ്രീ അരുൺ വേലായുധൻ, ഈ പറഞ്ഞതുപോലെ NDA മുന്നണിക്ക് ശക്തി പകർന്നുകൊണ്ട് LJP ശക്തമായി തന്നെ എല്ലാ ജില്ലകളിലും പ്രചരണത്തിന് ഒപ്പമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പ്രചരണങ്ങൾ ഏത് രീതിയിലാണ്? ഇന്ന് നമ്മുടെ സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി വിളിച്ചു കൂട്ടിയിരുന്നു. ഏകദേശം ഒരു 50 പേരടങ്ങുന്ന ഒരു കോർ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. കാരണം തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും NDA ഉദിച്ചുയരേണ്ട ഒരു ആവശ്യകതയുണ്ട്. ജയമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. ജയിച്ചു വരിക എന്നുള്ളൊരു പ്രാധാന്യത്തോടു കൂടി LJPയുടെ മുഴുവൻ നേതാക്കന്മാർ ഇന്ന് കോർ കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്ത 50 പേരും സദാസമയം എല്ലാ മണ്ഡലങ്ങളിലും പര്യടനത്തിന് സ്ഥാനാർത്ഥിയോടൊപ്പവും അതുപോലെ തന്നെ പ്രവർത്തനത്തിന് മുഴുവൻ സമയ പ്രവർത്തകരായിട്ടുണ്ടാവും. അതിന് മുന്നോടിയായിട്ടാണ് ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നത്. അദ്ദേഹം ഇപ്പോൾ വരുമായിരിക്കും. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിൽ കിട്ടിയത് നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നല്ല വലിയ ബിസിനസ്സുകാരനാണ്, ഒരു ടെക്നോക്രാറ്റാണ്, വിദ്യാഭ്യാസ വിചക്ഷണനാണ് എല്ലാ തലത്തിലും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നരേന്ദ്രമോദിജിയായിട്ടും അമിത്ഷായായിട്ടും ഒക്കെയുള്ള വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങളും ഈ സ്വാധീനത്തിനപ്പുറമൊന്നും അല്ല MLA സ്ഥാനം. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ വരുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനം ഞങ്ങളതൊരു വലിയ അർത്ഥത്തിൽ കാണുന്നുണ്ട്. ആ രീതിയിൽ തിരുവനന്തപുരം ജില്ല വളരെ ഭംഗിയായിട്ട് വികസിക്കുമെന്നുള്ള ഒരു സ്വപ്നം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതേസമയം ചെറിയ നിരാശകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, കാര്യം ഘടകകക്ഷികൾ എന്നുള്ള നിലയ്ക്ക് LJPയെ പൂർണ്ണമായിട്ട് പരിഗണിച്ചില്ല എന്നുള്ളൊരു മനോവിഷമം നമുക്കുണ്ട്. എങ്കിൽ പോലും ഞങ്ങളതെല്ലാം മാറ്റിവെച്ച് കേരളത്തിലാകമാനം NDA ശക്തിപ്പെടുത്തുന്നതിനും NDAയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനും പൂർണ്ണമായിട്ട് എല്ലാവരും മറ്റുള്ള എല്ലാ ആശങ്കകളും മാറ്റിവെച്ച് കൂടെ ഉണ്ടാവണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഈ പ്രചരണത്തിൽ ഏത് രീതിയിലായിരിക്കും ഒരു പങ്കാളിത്തം കൈവരിക്കുക? നമ്മുടെ പ്രചരണത്തിന് മുഴുവൻ സമയ പ്രവർത്തകരായിട്ട്, അത് എല്ലാ അർത്ഥത്തിലും, പോസ്റ്റർ പ്രചരണത്തിലായിരുന്നാലും വീട് വീടാന്തരമായിട്ടുള്ള പ്രചരണത്തിലായിരുന്നാലും അതുപോലെ തന്നെ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിനായിരുന്നാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ആശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറയാം, ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്നത് പോലെയുള്ള കൺവെൻഷനുകൾ സംഘടിപ്പിക്കാനുള്ള ശക്തി ഇന്ന് LJPക്ക് ഉണ്ട്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിൽ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള കൺവെൻഷനുകൾ സംഘടിപ്പിച്ച് NDA വിജയിപ്പിക്കും. അതുപോലെ തന്നെ LJPയുടെ നേതൃത്വത്തിൽ 3-4 ഓഫീസുകൾ ഈ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഉടനെ തന്നെ വരും ദിവസങ്ങളിൽ 2 ദിവസത്തിനകത്ത് ആരംഭിക്കുകയും ചെയ്യും. അതിൻ്റെ തുടക്കമെന്നുള്ള നിലയ്ക്ക് നാളെ NDA LJP മണ്ഡലം കമ്മിറ്റി ഓഫീസ് കാരക്കോണത്ത് ഉദ്ഘാടനമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സമുന്നതരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ അവിടത്തേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. ഈ സീറ്റ് ലഭിച്ചില്ല എന്നുള്ളൊരു നിരാശ അത് സംസ്ഥാന അധ്യക്ഷനുമായിട്ട് പങ്കുവച്ചിരുന്നു. സംസ്ഥാന അധ്യക്ഷനെ ഇതുവരെയായിട്ടും സത്യത്തിൽ നേരിൽ കണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നത് തന്നെ. അധ്യക്ഷൻ്റെ ശ്രദ്ധയിലത് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ നിന്ന് നമുക്ക് അറിയാനും കഴിഞ്ഞിട്ടില്ല. അത് ഒരു വലിയ നിരാശ തന്നെയാണ്. കാരണം ഇപ്രാവശ്യം ഇലക്ഷനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി അവർ മുൻഗണന കൊടുത്തത് 2020ക്കും അതുപോലെ തന്നെ BDJസിനും മാത്രമാണ്. BDJസിന് 22 സീറ്റും അതുപോലെ തന്നെ 2020ക്ക് 20 സീറ്റും കൊടുത്തപ്പോൾ മറ്റ് ഘടകകക്ഷികളെ മുഴുവൻ തന്നെ അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതൊരു നല്ല നടപടിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഘടകകക്ഷികൾക്ക് അവരുടെ പ്രാധാന്യത്തിനനുസരിച്ച് ഇല്ലെങ്കിൽ അവരുടെ ശക്തിക്കനുസരിച്ച് പരിഗണിക്കണമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആ അഭിപ്രായം അദ്ദേഹത്തോട് നേരിട്ട് കണ്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. അത് പറയും, അദ്ദേഹത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും. പക്ഷേ എങ്കിലും ഞങ്ങൾ NDA ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. LJP എന്നുള്ള രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം തീരുമാനിച്ചു. ഇതുതന്നെയാണ് തീർച്ചയായിട്ടും സീറ്റ് ലഭിച്ചില്ല എന്നുള്ള നിരാശയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ശക്തമായ ഒരു ഘടകകക്ഷിയായി നിന്നുകൊണ്ട് തന്നെ NDA മുന്നണിക്ക് ശക്തമായ പിന്തുണ കൊടുക്കാനുള്ള ഒരു തീരുമാനവുമായി LJP മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം മാരാർജി ഭവനിൽ നിന്നും ക്യാമറാമാൻ അമ്പാടിക്കൊപ്പം സനോജ് നായർ, തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.